ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ നമ്മൾ പബ്ലിക് എക്സാമിന് അല്ലെങ്കിൽ എക്സാമിനേഷൻ ഹാളിൽ നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ എക്സാം പേപ്പറിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വളരെ നന്നായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ എഴുതിയാലും കൂടി ചിലപ്പോൾ നമുക്ക് നല്ല മാർക്ക് കിട്ടിയെന്ന് വരില്ല. ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് അറ്റംപ്റ്റ് ഓൾ ക്വസ്റ്റ്യൻസ്, എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ എങ്ങനെ ആൻസർ ചെയ്യുക, എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറിയില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞത് അറ്റംപ്റ്റ് ഓൾ ക്വസ്റ്റ്യൻസ് എന്നാണ്. ജസ്റ്റ് ആ ക്വസ്റ്റ്യനെ കുറിച്ചിട്ട് എന്താണോ നിങ്ങൾക്ക് അറിയുന്നത് അത് എഴുതി വയ്ക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ nth ടേമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ആ nth ടേമിൻ്റെ ഇക്വേഷൻ നമുക്കറിയാലോ. അപ്പോൾ ആ nth ടേമിൽ കാണാനുള്ള ഇക്വേഷൻ എന്താണോ അത് എഴുതി വയ്ക്കുക. അതല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ എന്താണോ തന്നിട്ടുള്ളത് ആ തന്ന ഫാക്ട്സൊക്കെ ഒന്ന് ഇക്വേഷൻ ആക്കിയിട്ട് എഴുതി വയ്ക്കുക. അത്രയേ ഉള്ളൂ. ജസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുക. ഇനി അതും ചെയ്യാൻ നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ആ ക്വസ്റ്റ്യൻ നമ്പറെങ്കിലും എഴുതി വയ്ക്കുക. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ സിലബസിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആയിരിക്കാം. അതും അല്ലെങ്കിൽ ചിലപ്പോൾ ആ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസേഴ്സ് കറക്റ്റായിട്ട് കിട്ടാതെ വന്നത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് സിലബസ് അല്ലെങ്കിൽ റോങ് ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ മാർക്സ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കും. സോ ആ മാർക്സ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നമ്മൾ എഴുതി വെച്ചിരിക്കണം. അറ്റ്ലീസ്റ്റ് ആ ക്വസ്റ്റ്യൻ നമ്പറെങ്കിലും നമ്മൾ എഴുതി വെച്ചിരിക്കണം. എന്നാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അത് 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ആ 3 മാർക്സ് മുഴുവനും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഒന്നും എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ 3 മാർക്സ് നഷ്ടപ്പെടും. ഓക്കെ, ഇത് മാത്സ് എക്സാമിനെന്നല്ല, എല്ലാ സബ്ജക്റ്റിനും ബാധകമാണ്. സോ അറ്റംപ്റ്റ് ഓൾ ദ ക്വസ്റ്റ്യൻസ്. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് റൈറ്റ് നീറ്റ്ലി ആൻഡ് ക്ലിയർലി. എല്ലാ കാര്യങ്ങളും വളരെ നീറ്റായിട്ട് തന്നെ എഴുതാം. വെട്ടും കുത്തൊന്നും വരുത്താതെ തന്നെ എഴുതാം. ഇപ്പോൾ മാത്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്കിയിട്ട് താഴേക്ക് തന്നെ എഴുതി പോവുക. ഒരു വരിയിൽ ഒരു ഈക്വൽ ടു എന്നുള്ള രീതിയിൽ. അതായത് ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ ആ സോൾവ് ചെയ്യുന്ന എല്ലാ സ്റ്റെപ്സും കൂടി ഒരു വരിയിൽ തന്നെ എഴുതി വയ്ക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെയൊക്കെ മാത്സ് എഴുതി കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെക്കുറിച്ച് ഒരു ബാഡ് ഇംപ്രഷനൊക്കെ കിട്ടുക. എല്ലാം കൂടി ഒരു വരിയിൽ കുത്തി എഴുതിയിട്ട് നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പം തന്നെ നിങ്ങൾ പേപ്പർ കണ്ടിട്ട് അവർക്കൊരു ബാഡ് ഇംപ്രഷൻ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. നേരെ മറിച്ച് നമ്മൾ എല്ലാ സ്റ്റെപ്സും നീറ്റായിട്ട് പെർഫെക്റ്റായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്കിയിട്ടൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു വീഡിയോ ഏതെങ്കിലും ഒന്ന് എടുത്ത് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് നോക്കാം. അതിൻ്റെ അകത്ത് ഞാൻ ഓരോ ക്വസ്റ്റ്യൻസും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്കിയിട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേ രീതിയിൽ ഒരു വരിയുടെ സിംപ്ലിഫിക്കേഷൻ അടുത്ത വരിയിലാക്കിയിട്ട് എഴുതിയിട്ട് താഴേക്കിട്ട് എഴുതിയിട്ട് കൊണ്ടുവരുമ്പോൾ നല്ല നീറ്റ് ഉണ്ടാവും ആൻസർ പേപ്പർ കാണാൻ. ഇനി അഥവാ മിസ്റ്റേക്കുകൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കാം. നമ്മൾ ചിലപ്പോൾ സ്പീഡിൽ ചെയ്യുമ്പോൾ കാൽക്കുലേഷനൊക്കെ തെറ്റിപ്പോവാം. ചിലപ്പോൾ ആദ്യം തന്നെ കാൽക്കുലേഷൻ തെറ്റിക്കഴിഞ്ഞാൽ അവസാനത്തേക്ക് എത്തുമ്പോൾ എന്തായാലും ആൻസർ തെറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ആൻസർ കംപ്ലീറ്റ് ആയിട്ട് വെട്ടേണ്ടി വരും. അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പെൻസിൽ കൊണ്ട് നിങ്ങൾ ചെറിയൊരു സ്ലാൻഡിങ് ലൈൻ അവിടെ കൊടുത്താൽ മതി. ചില കുട്ടികളുണ്ട്, എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ തെറ്റോ വന്നു കഴിഞ്ഞാൽ ആ എഴുതിയത് ഒരിക്കലും ടീച്ചർ വായിക്കരുത്. അല്ലെങ്കിൽ ഞാൻ എഴുതിയതാണല്ലോ, അത് ടീച്ചർ കാണുമല്ലോ, അത് ടീച്ചർ വായിക്കുമല്ലോ, അത് തെറ്റല്ലേ, അത് ടീച്ചർ കണ്ടാൽ ഇനിയിപ്പോൾ എന്ത് ചോദിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അത് ഒരിക്കലും വായിക്കരുത് എന്നുള്ള രീതിയിൽ അത് വെട്ടി ആകെ കറുപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ഒരിക്കലും അങ്ങനെയൊന്നും വെട്ടിക്കളയരുത്. വെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സിമ്പിളായിട്ട് ഒന്ന് വെട്ടിക്കളയുക. ആ വേർഡിൻ്റെയോ ആ ലൈനിൻ്റെയോ സെൻറ്ററിലൂടെ ചെറുതായിട്ട് ഒരു ലൈൻ നമുക്ക് വെട്ടിയതാണ് എന്ന് നമുക്ക് മനസ്സിലാവണം. അത്രയേ ഉള്ളൂ. ടിപ്പ് നമ്പർ 3, നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന അല്ലെങ്കിൽ എഴുതാൻ കിട്ടും എന്നുറപ്പുള്ള ക്വസ്റ്റ്യൻ മാത്രമായിരിക്കണം നിങ്ങൾ ആദ്യമായിട്ട് എഴുതേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് 3ാമത്തെ ക്വസ്റ്റ്യനാണ് നന്നായിട്ട് അറിയാവുന്നത്. 1ാമത്തെ 2ാമത്തെ ക്വസ്റ്റ്യൻ അറിയില്ല എങ്കിൽ 3ാമത്തെ ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇനി ആ ക്വസ്റ്റ്യൻ എഴുതി തുടങ്ങുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇപ്പോൾ അതിൽ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ABC എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 3 സബ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറിയുമെങ്കിൽ മാത്രം ആ ക്വസ്റ്റ്യൻ എഴുതി തുടങ്ങുക. അതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാത്രമേ അറിയുള്ളൂ, മറ്റു 2 അറിയില്ല എങ്കിൽ ആ ക്വസ്റ്റ്യൻ എഴുതണ്ട. എല്ലാ സബ് ക്വസ്റ്റ്യൻസും അറിയുന്ന വിധത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. 4ാമത്തെ ടിപ്പ്, ഡോണ്ട് മേക്ക് മിസ്റ്റേക്ക് ഇൻ ദ ഫസ്റ്റ് പേജ് ഇറ്റ് സെൽഫ്. ഒരിക്കലും ഫസ്റ്റ് പേജിൽ തന്നെ മിസ്റ്റേക്ക് വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലും അറിയാത്ത കാര്യങ്ങളൊന്നും ഫസ്റ്റ് പേജിൽ ഒരിക്കലും എഴുതി വെക്കരുത്. അറിയുന്ന ക്വസ്റ്റ്യൻസ്, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഫസ്റ്റ് പേജിൽ എഴുതാൻ ശ്രമിക്കുക. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? സോ ഫസ്റ്റ് പേജിൽ തന്നെ നിങ്ങൾ മിസ്റ്റേക്ക് എന്തെങ്കിലും വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ പേപ്പറിനോടുള്ള ഇംപ്രഷൻ അങ്ങോട്ട് പോയി കിട്ടും. പിന്നെ ആ ഒരു കാഴ്ചപ്പാടിലൂടെ ആയിരിക്കും നിങ്ങൾ പേപ്പർ എക്സാമിനർ വിലയിരുത്തുക. സോ ആദ്യം തന്നെ എന്ത് ചെയ്യുക, കുറച്ച് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സെലക്ട് ചെയ്തിട്ട് അത് വേണം ഫസ്റ്റ് പേജിൽ എഴുതാൻ. ഫസ്റ്റത്തെ 2-3 പേജിലൊക്കെ നിങ്ങൾ അറിയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെക്കുക. 5th ടിപ്പ്, പേജിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു കുഞ്ഞു വർക്കിംഗ് കോളം വരയ്ക്കുക. നല്ല ചെറുതുമല്ല നല്ല വലുതും അല്ലാത്ത രീതിയിൽ ഒരു വർക്കിംഗ് കോളം വരയ്ക്കുക. കാൽക്കുലേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വർക്കിംഗ് കോളത്തിൽ നീറ്റായിട്ട് എഴുതിക്കൊണ്ട് കാണിക്കുക. നിങ്ങൾ +1 +2 നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കാര്യമായിട്ട് വർക്കിംഗ് കോളത്തിൽ ചെയ്യേണ്ട ആവശ്യം വരില്ല. എന്നാലും നമ്മൾ എന്തെങ്കിലും സീക്രട്ട് ആയിട്ടുള്ള ടിപ്സുകളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ട് അതൊന്ന് എഴുതി നോക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വർക്കിംഗ് കോളത്തിൽ എഴുതി നോക്കാം. മെയിനായിട്ടുള്ള ആൻസേഴ്സൊക്കെ ലെഫ്റ്റ് സൈഡിലും നമ്മളുടേതായ രീതിയിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള കുറേ ഇക്വേഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് എഴുതി നോക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ വർക്കിംഗ് കോളത്തിൽ മാത്രം എഴുതാൻ ശ്രമിക്കുക.
നെക്സ്റ്റ് ടിപ്പ്, ക്വസ്റ്റ്യൻസ് വളരെ നന്നായിട്ട് സമയമെടുത്തിട്ട് തന്നെ വായിക്കാൻ ശ്രമിക്കുക. എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ nth ടേം ആൻഡ് ഫൈൻഡ് ദ 10th ടേം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് ആൻസറും നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അടുത്ത ടിപ്പ്, എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും എല്ലാ സ്റ്റെപ്സും നിങ്ങൾ ആൻസർ പേപ്പറിൽ തന്നെ ചെയ്യുക. ചിലപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം, നിങ്ങൾക്ക് വളരെ നന്നായിട്ട് പഠിച്ചിട്ട് നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യനും ആയിരിക്കാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾ സ്റ്റെപ്സ് ഒന്നും എഴുതാണ്ട് പെട്ടെന്ന് തന്നെ ആൻസർ എഴുതിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടാവും. പക്ഷേ ചിലപ്പോൾ ഇൻ കേസ് നിങ്ങൾ ആൻസർ എങ്ങാനും തെറ്റിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫൈനൽ ആൻസർ മാത്രമാണ് എഴുതിയിട്ടുള്ളത്, അധികം സ്റ്റെപ്പൊന്നും എഴുതിയിട്ടില്ലെങ്കിൽ നോക്കുന്ന ആൾക്ക് മനസ്സിലാവില്ല അത് എവിടെ വെച്ചിട്ടാണ് തെറ്റിപ്പോയിട്ടുള്ളത്. സോ ആൻസർ തെറ്റാണ്, അതിന് 0 മാർക്ക് എന്ന് മാർക്ക് ചെയ്തിട്ട് ടീച്ചേഴ്സ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. വേറെ എവിടെയും മാർക്ക് ഇടാനില്ല. നേരെ മറിച്ച് നിങ്ങൾ എല്ലാ സ്റ്റെപ്പുകളും എഴുതിയിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സിന് മനസ്സിലാകും ഇതെവിടെ വെച്ചിട്ടാണ് തെറ്റിയിട്ടുള്ളത്. ചിലപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പിന് തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ ചിലപ്പോൾ സൈൻ ഇടാൻ മറന്നതുകൊണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഫൈനൽ ആൻസർ തെറ്റിയിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ വരെ എഴുതിയിട്ടുള്ള എല്ലാ സ്റ്റെപ്പും കറക്റ്റ് ആയതുകൊണ്ട് അതുവരെയുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും. സോ എത്രത്തോളം എല്ലാ സ്റ്റെപ്പുകളും എഴുതാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ എഴുതാം. ഓരോ സ്റ്റെപ്പ് എഴുതുന്നതിനും ഓരോ ഇക്വേഷൻ എഴുതുന്നതിനും അതിനൊക്കെ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതാണ്. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ ചില കുട്ടികൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ കുറേ ആൻസേഴ്സ് എഴുതി വെക്കും. എന്നിട്ട് അതിൻ്റെ മെയിൻ പാർട്ട് മാത്രമായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമായിരിക്കും ആൻസർ ഷീറ്റിൽ എഴുതി വെക്കുക. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ചെയ്യരുതെന്ന് പറയാനുള്ള കാരണം, ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആ എഴുതുന്ന കാര്യങ്ങളൊന്നും ടീച്ചേഴ്സിന് വായിക്കാൻ പറ്റില്ല. ഇത് നിങ്ങളുടെ ആൻസർ പേപ്പറാണ്. അപ്പോൾ അതിൽ എത്രത്തോളം നിങ്ങൾക്ക് ആ ആൻസർ അറിയാം അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനെ കുറിച്ചിട്ട് അറിയാം എന്നുള്ളത് നിങ്ങൾ ആൻസർ പേപ്പറിൽ പ്രതിഫലിപ്പിച്ചാൽ മാത്രമാണ് ഞങ്ങൾക്കത് വായിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതിയിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെടുത്ത് കൊണ്ടുപോകും, പിന്നെ ഞങ്ങൾക്ക് അതിൽ എഴുതിയതൊന്നും വായിക്കാൻ പറ്റില്ല. ഓക്കെ, സോ മാക്സിമം നിങ്ങൾ ആൻസർ പേപ്പറിൽ തന്നെ എല്ലാ കാര്യങ്ങളും എഴുതുക. പിന്നെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കുട്ടികൾ ആൻസർ പേപ്പറിൽ തെറ്റ് വരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ എഴുതിയിട്ട് അത് പിന്നെ കോപ്പി ചെയ്തിട്ട് ആൻസർ പേപ്പറിൽ എഴുതുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡബിൾ വർക്കാണ്, സമയവും നഷ്ടമാണ്. സോ മാക്സിമം എല്ലാ കാര്യങ്ങളും ആൻസർ പേപ്പറിൽ തന്നെ എഴുതാം. ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടില്ലെങ്കിലും കൂടി ഈ എഴുതിയിട്ടുള്ള അത്രത്തോളം സ്റ്റെപ്പുകൾക്ക് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതാണ്. ഇനി ഓരോ ക്വസ്റ്റ്യനും ഫൈനൽ ആൻസറൊക്കെ എഴുതുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള യൂണിറ്റ്സും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മറക്കാണ്ട് എഴുതുക. അടുത്ത ടിപ്പ്, ഓരോ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇക്വേഷൻസോ ഫോമുലാസോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും എന്തായാലും ആൻസർ പേപ്പറിൽ എഴുതുക. ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ഇത് ഇന്ന ചാപ്റ്ററിൽ നിന്നാണ് അല്ലെങ്കിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത് എന്ന് അറിയാമല്ലോ. അപ്പോൾ ആ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാം. ആൻസർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ കിട്ടിയില്ലെങ്കിലും ആ ഇക്വേഷൻ എഴുതുന്നുണ്ടെങ്കിൽ അതിനുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും. എല്ലാ ചാപ്റ്ററും കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഫോമുലാസും എല്ലാ ഇക്വേഷൻസും കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ആ ഫോമുല എഴുതിയതിനുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും. നെക്സ്റ്റ് ടിപ്പ്, ഹൈലൈറ്റ് യുവർ ഫൈനൽ ആൻസേഴ്സ്. എല്ലാ ഫൈനൽ ആൻസേഴ്സും 2 ലൈൻ വരച്ചിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. ക്വസ്റ്റ്യനിൽ എന്താണോ കാണാൻ ചോദിച്ചിട്ടുള്ളത് ആ കാണാൻ ചോദിച്ചത് നിങ്ങൾക്ക് ആൻസറായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കിട്ടിയിട്ടുള്ളതിൻ്റെ അടിയിൽ 2 ലൈൻ അണ്ടർലൈൻ വരച്ചിട്ട് നിങ്ങൾ കാണിച്ചിരിക്കണം. 11th ടിപ്പ്, റൈറ്റ് ക്വസ്റ്റ്യൻ നമ്പർ ആൻഡ് സബ് ക്വസ്റ്റ്യൻസ് നമ്പർ കറക്റ്റ്ലി. ചില കുട്ടികൾ ക്വസ്റ്റ്യൻ നമ്പർ എഴുതാൻ മറക്കും. ഒരിക്കലും ക്വസ്റ്റ്യൻ നമ്പർ എഴുതാൻ മറക്കരുത്. ക്വസ്റ്റ്യൻ നമ്പറും സബ് ക്വസ്റ്റ്യൻസിൻ്റെ നമ്പറും ഇപ്പോൾ ABC എന്നോ അല്ലെങ്കിൽ 1 2 3 എന്നൊക്കെ പറഞ്ഞിട്ട് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും എന്തായാലും എഴുതിയിരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ ഇടാതെ ആൻസർ എഴുതി കഴിഞ്ഞാൽ അത് ഇവാലുവേറ്റ് ചെയ്യില്ല. അപ്പോൾ എന്തായാലും മറക്കാതെ ക്വസ്റ്റ്യൻ നമ്പർ എഴുതി തുടങ്ങിയിട്ട് തന്നെ ആൻസർ എഴുതി തുടങ്ങാം. ആൻസർ പേപ്പറൊക്കെ എഴുതി കഴിഞ്ഞ് പേപ്പർ കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു 5 മിനിറ്റ് എടുത്തിട്ട് എല്ലാ ക്വസ്റ്റ്യൻ നമ്പറും കറക്റ്റ് അല്ലേ, സബ് ക്വസ്റ്റ്യൻസിൻ്റെ നമ്പറൊക്കെ ഇട്ടിട്ടില്ലേ എന്നൊക്കെ ഉറപ്പ് വരുത്തുക. ഇനി ആൻസേഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പിക്ചേഴ്സോ ഡയഗ്രാംസോ ഉണ്ടെങ്കിൽ അത് നീറ്റായിട്ട് പേപ്പറിൽ പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വരയ്ക്കുക. അടുത്ത ടിപ്പ്, മാനേജ് ടൈം വൈസ്ലി. അതായത് നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ മേൽ കുറേ സമയം ചിലവഴിക്കരുത്. അത് നിങ്ങൾക്ക് ലാസ്റ്റ് എഴുതാം. ആദ്യം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ എഴുതാം. അതൊക്കെ കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ മാത്രം ആ ക്വസ്റ്റ്യൻ ട്രൈ ചെയ്യുക. ഇനിയിപ്പോൾ ആ സെക്ഷനിൽ നിന്ന് 8 എണ്ണത്തിൽ നിന്ന് 6 എണ്ണം എഴുതാനാണ് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ളത്. ആ 6 എണ്ണം നിങ്ങൾ എഴുതി ഈ ക്വസ്റ്റ്യൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിന് വേണ്ടി സമയം കളയണ്ട, ആ ക്വസ്റ്റ്യൻ അങ്ങോട്ട് ലീവ് ചെയ്യാം. അടുത്ത ടിപ്പ്, കൂൾ ഓഫ് ടൈം നന്നായി യൂസ് ചെയ്യുക. കൂൾ ഓഫ് ടൈമിൻ്റെ സമയത്ത് നിങ്ങൾ തീരുമാനിക്കുക ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഏത് ക്വസ്റ്റ്യനാണ് ഞാൻ എഴുതേണ്ടത്, ഇതൊക്കെ ഡിസൈഡ് ചെയ്യുക. ആ ഫസ്റ്റ് പേജിൽ ഏതൊക്കെ ആൻസേഴ്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്നുള്ളത് ആദ്യം തന്നെ ഡിസൈഡ് ചെയ്ത് ടിക്ക് മാർക്ക് ഇട്ടിട്ട് വെക്കുകയും ചെയ്യാം. 15th ടിപ്പ്, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഒരിക്കലും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ആ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഈസി ക്വസ്റ്റ്യൻസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതൊക്കെ ആദ്യം എഴുതാൻ ശ്രമിക്കുക. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും 1 2 ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും. ഓരോ സെക്ഷനിൽ നിന്നും ഇത്രയും ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി എന്നുണ്ടാവുമല്ലോ. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് എഴുതി കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. അടുത്ത ടിപ്പ്, എക്സാമിനേഷൻ ഹാളിൽ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നോക്കി കളിക്കാൻ നിൽക്കണ്ട. നിങ്ങളുടെ സമയം നഷ്ടമാകും. കാരണം വെച്ചാൽ അവരെത്ര എഴുതി, അവരെത്ര പേപ്പർ വാങ്ങിച്ചോ, അല്ലെങ്കിൽ അവരിന്ന ക്വസ്റ്റ്യൻ ആണല്ലോ ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് ടെൻഷൻ അടിക്കാനും കാരണമാകും. സോ ഡോണ്ട് ലുക്ക് അറൗണ്ട് ദ എക്സാമിനേഷൻ ഹാൾ ആൻഡ് ഡോണ്ട് ലുക്ക് അറ്റ് യുവർ ഫ്രണ്ട്സ്.
അടുത്ത ടിപ്പ്, ഓരോ ക്വസ്റ്റ്യനും തന്നിരിക്കുന്ന മാർക്ക് ശ്രദ്ധിക്കുക. ഇപ്പോൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെയാണ്, അത് ഡിഫിക്കൽട്ടാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് സമയമൊന്നും ഒരിക്കലും സ്പെൻഡ് ചെയ്യരുത്. ഒരു 4 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ആൻസറൊക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ചെറിയ ക്വസ്റ്റ്യനാണ്, MCQ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗസ് അടിച്ചിട്ടൊക്കെ ആൻസർ എഴുതാം. 11th ടിപ്പ്, എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാൽക്കുലേഷൻസും അതുപോലെ തന്നെ എല്ലാ ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ ശരിയല്ലേ എന്ന് ഒന്നും കൂടി നന്നായി റീചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ സ്റ്റെപ്പും എഴുതിയിട്ടില്ലേ, അല്ലെങ്കിൽ സ്റ്റെപ്പ് മിസ്സിംഗ് ആണോ, ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാത്തതുണ്ടോ, ക്വസ്റ്റ്യൻ നമ്പർ ഇല്ലേ, ഇതൊക്കെ ചെക്ക് ചെയ്യുക. റീചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സോൾവിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ വാല്യൂസ് ഇക്വേഷനിൽ ഇട്ട് നോക്കിയിട്ട് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേ, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആൻസർ കറക്റ്റായിട്ട് തന്നെയാണോ വരുന്നത് എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചില ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ആൻസേഴ്സ് വരുന്നത് കറക്റ്റ് അല്ലേ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ആൻസേഴ്സ് എഴുതുമ്പോൾ ഹാൻഡ് റൈറ്റിംഗ് നിങ്ങളത് വളരെ ചെറുതാക്കിയിട്ടൊന്നും എഴുതരുത്, കുറച്ച് വലുതാക്കിയിട്ടൊക്കെ എഴുതാൻ ശ്രമിക്കുക. നല്ല ചെറുതാക്കിയിട്ട് എഴുതുമ്പോൾ അതൊന്നും വായിക്കുന്ന ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. സോ കുറച്ച് വലുതാക്കിയിട്ടൊക്കെ എഴുതാൻ ശ്രമിക്കുക. ലാസ്റ്റ് ടിപ്പ്, ഓരോ ക്വസ്റ്റ്യനും കഴിഞ്ഞാലും ഒരു ലൈന് അല്ലെങ്കിൽ കുറച്ച് ഗ്യാപ്പ് വിട്ടതിന് ശേഷം അടുത്ത ക്വസ്റ്റ്യൻ എഴുതുക. സാധാരണ ഒരു ലൈന് വിട്ടാൽ തന്നെ മതിയാകും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് ജസ്റ്റ് ലൈൻ വരച്ചുകൊണ്ട് ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇത് ആദ്യം തന്നെ ഒന്നും ചെയ്ത് വെക്കരുത്. ആദ്യം തന്നെ ലൈനൊക്കെ വരച്ചിട്ട് എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം പിന്നെ സമയം കിട്ടാതായി വരും. സോ എല്ലാം കഴിഞ്ഞിട്ട് ഇനിയും നിങ്ങൾക്ക് ബാക്കി സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈനൊക്കെ ഓരോ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഒരു ലൈനൊക്കെ ഇങ്ങനെ വരച്ചിട്ട് പേപ്പർ നല്ല നീറ്റാക്കിയിട്ട് വെക്കാം. ഇപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് അതൊക്കെ ഓർത്ത് വെച്ചുകൊണ്ട് തന്നെ എക്സാം പേപ്പർ സബ്മിറ്റ് ചെയ്യുക. പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.